ഫൈനൽ മത്സരത്തിന് തിരികൊളുത്തുമ്പോൾ വിന്നേഴ്സ് കോട്ടക്കൽ ആൻഡ് മാജിയുടെ ഗംഭീരമായൊരു തുടക്കമാണ്. ഭയങ്കര ബോയ്സിന് വേണ്ടി മാജി അതിഗംഭീരമായൊരു തുടക്കം. റൌഫ് ടീമിയെ വീഴ്ത്താനുള്ള മറ്റൊരു ശ്രമം. സൈക്കിലേക്ക് ഇടം കയ്യൻ രാജുവായി മാജിയുടെ മറ്റൊരു തീ തൂക്കുന്ന ബോളിനെ നേരിടാൻ. ഹ്യൂജ് വൺ. ആദ്യ ബോൾ തന്നെ സിക്സർ അടിച്ച കോൺഫിഡൻസുമായി രാജുഭായ് മാജിയുടെ മറ്റൊരു തീ തൂക്കുന്ന ബോളിനെ നേരിടുന്നു. ഇത്തവണ മാജിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഒരു ഫൈനൽ മത്സരത്തിന്റെ വീറും വാശിയും ഓരോ ബോളിലും മിന്നിമറിയുന്ന മത്സരമാണ്. ആദ്യ ബോളിൽ ഒരു സിക്സർ, പിന്നീട് ഒരു തിരിച്ചുവരവ്, പിന്നീട് രാജുഭായിയെ നിലം തുറക്കാതെ പറഞ്ഞയക്കുന്നു. ദാറ്റ്സ് ഫൈനൽ മത്സരത്തിന്റെ ക്വാളിറ്റി. ദാറ്റ്സ് എ ഹ്യൂജ് വൺ. നേരിട്ട് ആദ്യ ബോളിൽ തന്നെ സ്വാഗതം ചെയ്യുന്നത് സിക്സിലേക്കാണ്. ഇതിൻ്റെ ആദ്യ ബോൾ തന്നെ ഒരു വൈഡാണ്. അതൊരു ബൈറണിലൂടെ ഒരു സിംഗിൾ റണ്ണ് കൂടി ഓടിച്ചേർക്കുന്നു. കോട്ടക്കൽ പ്രീമിയർ ലീഗ് സീസൺ 4 അവസാനിക്കുമ്പോൾ വീട്ടിലേക്ക് ഒരു വണ്ടി നിറയെ സമ്മാനം കൊണ്ടുപോയവനാണ് ഈ നിൽക്കുന്നത്. ഏറ്റവും നല്ല ബോളറായിട്ടും മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായിട്ടും തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് സമ്മാനങ്ങളുടെ കൂമ്പാരം. ഈ ടൂർണമെൻറ്റിലും അതിനൊത്ത പ്രകടനം കാഴ്ചവെച്ചതാണ് റൌഫ് ടീം. ഒരു മനോഹരമായ ഡെലിവറി. ബോൾ അഗെയിൻ. ബോളിങ്ങിലുള്ളത് എമർജിംഗ് പ്ലെയറായി കോട്ടക്കൽ പ്രീമിയർ ലീഗിൽ തിരഞ്ഞെടുത്ത താരമാണ്. റൺ ഓൾറെഡി സ്കോർ ചെയ്ത് നിൽക്കുന്നു. ശ്രീഹരി ഒരു പട്ടുകൂറ്റൻ സിക്സർ അടിച്ചുകൊണ്ട് വാഹിദിൻ്റെ അവസാന ബോളിനെ അതിർത്തിക്കപ്പുറം പായിച്ചുകൊണ്ട് ഈ ഓവർ അവസാനിപ്പിക്കുന്നു. ആദ്യ 2 ഓവർ പിന്നിടുമ്പോൾ 24 റണ്ണുകൾ സ്കോർ ചെയ്യുന്നു വിന്നേഴ്സ് കോട്ടക്കൽ. സജാദിൻ്റെ ആദ്യ ബോൾ ഒരു ക്യാച്ചിനുള്ള അവസരമാണ്. 1 പിച്ചിലൂടെ ആ ബോൾ കയ്യിലെടുക്കുന്നു. ഫീൽഡർ സിംഗിൾ റൺ ഓടിയെടുക്കുന്നു. ശ്രീഹരി വീണ്ടും സ്ട്രൈക്കിലേക്ക്. വെയിറ്റ് ചെയ്ത് ആ ബോളിനെ പണിഷ് ചെയ്യാനുള്ള ശ്രീഹരിയുടെ ആ ഒരു ശ്രമം പരാജയപ്പെടുന്നു. വീണ്ടും ഒരു സിംഗിൾ റണ്ണാണ്. What a super delivery. ബാറ്ററെ തിരിയാനും അറിയാനും അനുവദിക്കാതെ സജാദ്. സജാദിന്റെ ബോളുകൾ നേരിടാൻ ശ്രീഹരിയാണ്. പട്ടുകൂറ്റൻ ഒരു സിക്സർ അടിച്ചുകൊണ്ടാണ് ശ്രീഹരി അതിന് മറുപടി നൽകുന്നത്. 33 3 ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ചെയ്യുന്നത് വിന്നേഴ്സ് കോട്ടക്കൽ. കഴിഞ്ഞ 2 ഓവറുകളിലും കഴിഞ്ഞ 2 ഓവറുകളിലും മോശം പ്രകടനമാണ് റൌഫിൻ്റെ പക്കത്തിൽ നിന്നെങ്കിൽ ഈ 2 ബോളുകൾ ഗംഭീരമായി സിക്സറിലേക്ക് പായിക്കുന്നു റൌഫ്. കഴിഞ്ഞ മത്സരത്തിൽ കണ്ണൂരിൻ്റെ ചുണക്കുട്ടി അഭിരാഗ് അവസാന ഓവറിൽ 31 റൺ അടിക്കാൻ ശ്രമിച്ച് 7 റണ്ണാകലെ വീണുപോയതാണ് സച്ചുവിൻ്റെ ഓവറിൽ. ഇത്തവണ വീണ്ടും ഒരു പടുകൂറ്റൻ സിക്സറാണ് അഭിരാം നിർത്തി. അതേ സ്റ്റോപ്പിൽ നിന്നുമാണ് റൌഫ് ടീവി വണ്ടി കയറുന്നത് തോന്നുന്നു. ആദ്യ 3 ബോളുകൾ സച്ചുവിനെ സിക്സറിൽ വായിക്കുന്നു. സ്കോർ മോസ്റ്റ് 51. ഇത്തവണ മനോഹരമായ തിരിച്ചു വരവാണ്. അമ്പയറുടെ കൈകൾ വൈഡിലേക്ക് പോകുന്നു. Very good comeback. What an excellent bowling and also excellent comeback. Super 2 delivery. തൻ്റെ അവസാന ബോളർ ചെയ്യുന്നു. ഈ ഒരു ബോൾ സിക്സർ അടിച്ചാൽ കളി റൌഫിൻ്റെ കൈകളിലായിരിക്കും.
വെരി ഗുഡ് ബോളിംഗ്, വെരി ഗുഡ് കം ബാക്ക്. ആദ്യം 3 ബോളുകൾ സിക്സർ, പിന്നീട് 3 ബോളുകൾ തിരിച്ചു വരവ്. 24 റൺ 4 ഓവറുകൾ. പിന്നീട് ബോൾ ശ്രീഹരി. ആദ്യ ബോൾ സാദിഖിനെ ഒരു സിംഗിൾ എടുത്ത് റൌഫ് കാട്ടിരിക്കുക, സ്ട്രൈക്ക് കൈമാറുന്നു. വീണ്ടും റൌഫിൻ്റെ ഊഴമാണ്. വളരെ സിമ്പിളായിട്ട് ആ ബോളിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഒരു സിക്സർ അടിക്കുന്നു. ആദ്യ 2 ഓവറുകളിൽ മോശം പ്രകടനമായിരുന്നു, പക്ഷേ പിന്നീട് കഴിഞ്ഞ ഓവറിൽ 3 സിക്സർ, ഈ ഓവറിലെ തൻ്റെ ആദ്യ ബോൾ സിക്സർ, തിരിച്ചുവരവിനുള്ള സാധ്യതകൾ മുഴുവൻ കാണുന്നു. സാദിഖ് ഗംഭീര ബോൾ. 3 ബോളുകൾ എറിയുന്നു, കേവലം ഒരു സിക്സർ മാത്രമാണ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. വീണ്ടും ഒരു പടുകൂറ്റൻ അടിയാണ്, പക്ഷേ ഗ്രൗണ്ടിന് വെളിയിലേക്കാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. 6 റണ്ണിലേക്ക് പോകുന്നു. മൈ ഗോഡ്, അപ്രതീക്ഷിതമായ ഒരു റൺഔട്ടാണ്. ശ്രീഹരി ഒരു റണ്ണ് കൂടി സ്കോർ ബോർഡിലേക്ക് ചേർക്കാനുള്ള ശ്രമത്തിൽ. സൈക്കിൾ കുഞ്ഞാവ ക്യാപ്റ്റൻ. ബ്യൂട്ടി. വളരെ ശ്രദ്ധയോടെ അദ്ദേഹം ആ ഒരു ബോളിൻ്റെ വേഗതയും കൃത്യതയും മനസ്സിലാക്കി ആ ഒരു ജസ്റ്റ് മൂവ്മെൻറ്റിൽ ചാടുന്നു. അത് കൈകളിലൊടുക്കി അതേ സ്റ്റാൻഡിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ആദ്യ ഇന്നിങ്സിൻ്റെ അവസാന ബോൾ ലെഫ്റ്റ് ഹാൻഡർ ഉനൈസ് കോട്ടക്കൽ ഒരു പടുകൂറ്റൻ സിക്സർ അടിച്ചുകൊണ്ട് ആദ്യ ഇന്നിങ്സിന് വിരാമം കുറിക്കുന്നു. 73 റണ്ണ് വിജയലക്ഷ്യത്തിലേക്ക് സൈക്കിൾ നിൽക്കുന്നു. സച്ചു സൈക്കിൾ സാദിഖ് ബോളിംഗിൽ നൗഫൽ കുഞ്ഞുട്ടി, ദ കോട്ടക്കൽ കട്ടർ ഡെലിവറി കിങ്. സൂപ്പർ ബോളിംഗ്. What a beauty, what a beautiful bowling. Nowfal Kunyutti back to back dot. Super delivery, back to back 3 ഡോട്ട് ബോളുകൾ. നേരത്തെ റൌഫ് ആക്കിയിലേക്ക് ഇറക്കിയ അതേ ശൈലിയിലാണ് നൗഫൽ കുഞ്ഞുട്ടി ഇവരുടെ ബാറ്റ്സ്മാൻമാരെ കറക്കുന്നത്. ഇത്തവണ നൗഫൽ കുഞ്ഞുട്ടിക്ക് കഴിക്കുന്നു. സാദിഖിൻ്റെ ഭീകരമായൊരു സിക്സറാണ്. ഈ ടൂർണമെൻറ്റിലെ തന്നെ ഏറ്റവും വലിയ സിക്സറാണ്. നേരത്തെ ദിനേശ് അടിച്ച സിക്സറിനേക്കാളും വലുതാണ്. ദിനേശ് അടിച്ചത് ആ വീടിൻ്റെ മുന്നിലാണ് വീണെങ്കിൽ ഇത് ആ വീടിൻ്റെ മേലെയാണ് വീണത്. ഇനി തൻ്റെ അവസാന ബോൾ എറിയുന്നു. ബോളിംഗ്. ദാറ്റ്സ് നോ ബോൾ. ഫ്രീ ഹിറ്റ് ബോളാണ് സച്ചുവിന് നേരെ നൗഫൽ കുഞ്ഞുട്ടി. വീണ്ടും നോ ബോളാണ്. ബോളുകളെ പണിഷ് ചെയ്തുകൊണ്ട് സച്ചു ആദ്യ ഓവറിൽ 22 റണ്ണ്. യൂസഫിൻ്റെ മനോഹരമായൊരു തുടക്കം. വാട്ട് എ ബ്യൂട്ടിഫുൾ ഷോട്ട്. Very good comeback. യൂസഫിൻ്റെ മനോഹരമായ 3 ബോളുകൾ. പിന്നീട് ഒരു ലെഗ് ബൈ ആണ്. വീണ്ടും ഒരു സിംഗിൾ റണ്ണിലേക്കാവും. ഭയങ്കര ബോയ്സിൻ്റെ കുന്തമന ഇബ്രാഹിയുടെ അലസമായ ഒരു ഫീൽഡിംഗ് ആണ്. അല്ലെങ്കിൽ അതും ക്യാച്ചിലേക്ക് ഇടുമ്പോൾ 35 റൺ സ്കോർ ചെയ്യുന്നു. ഭയങ്കര ബോസ്. ശരത് പണിക്കരുടെ ഗംഭീരമായൊരു ബോളിംഗ് ആണ്. ആദ്യ വിക്കറ്റ് വീഴുന്നു. 3ാമത്തെ ഓവറിലെ ആദ്യ സ്ട്രൈക്കിലേക്ക് സജാദാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ബോളിംഗ്. ശരത് പണിക്കറിന്റെ 2 കിടിലൻ ബോളുകൾ. റൌഫാലിയുടെ കൈകളിലേക്ക് മറ്റൊരു ക്യാച്ച് കൂടി നൽകിക്കൊണ്ട് 3 കിടിലൻ ബോളുകൾ. ആദ്യ 2 ഓവറുകളിൽ റണ്ണ് വാരി വലിച്ചേർ നൽകിയ
വിന്നേഴ്സ് കോട്ടക്കലിന് വേണ്ടി ഗംഭീരമായൊരു തിരിച്ചുവരവ്. റോഫാട്ടിയുടെ കൈകളിലേക്ക് ഒരു ക്യാച്ച് നൽകിക്കൊണ്ട് ശരത് പണിക്കർ. ബ്യൂട്ടി. ബാറ്റർക്ക് കോപം അടക്കാൻ കഴിയുന്നില്ല. ആ ഒരു ബോൾ മിസ്സായതിൽ തീ തുപ്പുന്ന ബോളുകൾ, 2 വിക്കറ്റുകൾ. ആ ഒരു ക്യാച്ചിനുള്ള അവസരമാണ്. നൗഫൽ കുഞ്ഞുട്ടിയുടെ തലയ്ക്ക് മുകളിലൂടെ 6ലേക്ക് പോകുന്നു. ഉണ്ണി നേരത്തെ ആ മിസ്സായ ആ ഒരു നിരാശ മാറ്റുന്നത് ഈ ഒരു 6-ിലൂടെയാണ്. ശരത്ത് തന്റെ അവസാന ബോൾ. വീണ്ടും ഒരു വിക്കറ്റാണ്. 3 വിക്കറ്റുകൾ സ്വന്തമാക്കിക്കൊണ്ട് ഒരു ഗ്രേറ്റ് ഓവറിന് സാക്ഷ്യം വഹിക്കുന്നു ശരത്. അത്യുച്ഛലമായി കേവലം 6 റൺ മാത്രമാണ് അദ്ദേഹം വിട്ടു നൽകിയത്. ടൂർണമെന്റിലേക്ക് ടീമിനെ തിരിച്ചു കൊണ്ടുവരുന്നു. ബോളിങ്ങിൻ്റെ റിൻഷാദ്, സ്ട്രൈക്കിൽ സച്ചു ആണ്. ആദ്യ ബോളേഴ്സിനുള്ള അവസരമുണ്ട്. പക്ഷേ ഭയങ്കര ബോയ്സിന്റെ അവസാന പ്രതീക്ഷയാണ് ക്രീസിൽ നിൽക്കുന്നത് സച്ചു. ഒരു 4 അവസരം. ബ്യൂട്ടിഫുൾ. സേവ് ചെയ്യുന്ന 2 റണ്ണാണ്. സച്ചു ക്രീസിൽ നിൽക്കുന്നിടത്തോളം കാലം അനായാസമായൊരു വിജയം സ്വന്തമാക്കാമെന്ന പ്രതീക്ഷ. ആ ഒരു ക്യാച്ചിനുള്ള അവസരമാണ്. ആ ചെറിയ മനുഷ്യനും വലിയ മനുഷ്യനും ഒരുമിച്ച് നിന്ന് ആ ക്യാച്ച് എടുക്കുന്നു. നൗഫൽ കുഞ്ഞുട്ടി ഈ ടൂർണമെന്റിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യൻ. യൂസഫ് ഈ ടൂർണമെന്റിലെ ഏറ്റവും ചെറിയ മനുഷ്യൻ. 2 പേരും ഒരേ സൈഡിലാണ് ഫീൽഡിങ് ചെയ്തത്. അവസാന 8 ബോളുകൾ ബാലൻസ് വെക്കുമ്പോൾ 30 റണ്ണാണ് വിജയലക്ഷ്യം. മനുഷ്യന്റെ ഭീകരമായ മറ്റൊരു ബോൾ കൂടി. തൻ്റെ അവസാന ബോൾ മാജിയെ ഒരു ബൈറണിലേക്കുള്ള ശ്രമമാണ്. അതിനും തയ്യാറാകുന്നില്ല നോൺ സ്ട്രൈക്കർ. അവസാന 6 ബോളിൽ 30 റണ്ണിന് വിജയലക്ഷ്യം. ബോളിംഗിലുള്ളത് വിദേശ താരമാണ്. 6 റൺ. മലയാളികൾ കൂടെ കളിച്ചു. അവരുടെ കൂട്ടത്തിൽ ഒരാളായി മത്സരിക്കുന്നു. ഫൈനൽ മത്സരത്തിലെ ഫൈനൽ ഓവർ, അത്രയും ക്രൂഷ്യലായ ഒരു ഓവർ എറിയാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ ഈ നിൽക്കുന്ന മലയാളികൾ മുഴുവൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു എന്നത് വലിയൊരു സന്തോഷകരമായ നേട്ടവുമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആദ്യ ബോളിൽ ഒരു 6, പിന്നീട് ഒരു സിംഗിൾ. ബായുടെ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുന്നു. പക്ഷെ മാജി അതിന് അനുവദിക്കുന്നില്ല. വീണ്ടും ഒരു പടുകൂറ്റൻ 6 അടിക്കുന്നു. हमारा भाई और 3 बॉल बाकी है. 18 रन बनता है और एक छक्का मारने के लिए देखा, लेकिन एक ही सिंगल रन हो गया. ആ ഒരു ബോൾ നോ ബോൾ കൂടിയാകുന്നു. Signal from umpire. Nabo, please cooperate the fielders. ബോളറെ ചേഞ്ച് ചെയ്യുന്നു. അവസാന 3 ബോളുകൾ. ഈ ഒരു ബോൾ ഫ്രീ ഹിറ്റാണ്. സ്ലോവർ വൈഡ് ബോൾ. 14 റൺ വിജയലക്ഷ്യം. 3 ബോളുകൾ അവസാനിക്കാൻ ഇനിയും ബാക്കി. ക്യാപ്റ്റൻ കുഞ്ഞാവ. ഫ്രീ ഹിറ്റ് ബോൾ. വിക്കറ്റ് നഷ്ടപ്പെടുന്നവിടെ 2 ബോളുകൾ 14 റണ്ണ്. പ്രതീക്ഷിതമായ ഒരു റൺഔട്ട് ടീമിന്. രാജുഭായുടെ മനോഹരമായ ഫീൽഡിംഗ് എഫേർട്ടാണ്. 6 റണ്ണിലേക്ക് പോകുന്നു. അവസാന ബോളിൽ 8 റണ്ണിനുള്ള മത്സരമായി കൊടുക്കുന്നു. ബോളർക്ക് എന്തെങ്കിലും ഒന്ന് പിഴച്ചാൽ തീർച്ചയായും മത്സരം കൈവിട്ടു പോകും. അവസാന ബോൾ 8 റൺ. അതിൻ്റെ കോട്ടക്കൽ 8 റണ്ണിന് വിജയിക്കുന്നു. അനായാസം വിജയിക്കാമെന്നുള്ള ഒരു മോഹമുണ്ടായിരുന്നു വിന്നേഴ്സ് കോട്ടക്കലിനെങ്കിൽ അവസാന ഓവറിൽ അതിഗംഭീരമായി ബാറ്റ് ചെയ്ത വേങ്ങര ബോയ്സിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അത്യുജ്വലമായ ഒരു ഫൈനൽ മത്സരം തന്നെയായിരുന്നു.